ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈർക്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എടുത്ത വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറോ ഗോൾഡൻ കളറോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അതിൻ്റെ നീളവും വീതിയൊക്കെ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാനതങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിന് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ വെച്ചിട്ട് തന്നെ നമ്മൾ 2 ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഫ്ലവറിനെ കട്ട് ചെയ്ത് അതിന് 2 ഫ്ലവർ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓരോ പെറ്റലിനെയും ഇതുപോലെ അങ്ങനെ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ 2 ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു ഈർക്കിലിൽ തന്നെ 6 ഫ്ലവറെങ്കിലും മിനിമം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ പീസിൻ്റെയും ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തെർമോക്കോൾ ബോൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് എടുക്കാം കേട്ടോ. വൈറ്റ് കളറിലുള്ള ബീഡ്സ് എടുത്താലും മതി. ഇനി ഇത് ഓരോന്നും ആ ഈർക്കിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫ്ലവർ കോർത്തിട്ട് പിന്നെ ഒരു തെർമോക്കോൾ ബോൾ പിന്നെ ഒരു ഫ്ലവർ ആ രീതിയിലാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. ആദ്യം ഞാൻ എല്ലാം കോർത്തിട്ട് പിന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഫ്ലവർ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവറിനെയും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഓരോ ഈർക്കിളിയിലും കോർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്ലവർ വൈസിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടേപ്പിൻ്റെ ഒരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ബാംബൂ സ്ക്വയറൊക്കെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനങ്ങനെ ആ പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോ പീസായിട്ട് ഇതുപോലെ ഓരോന്ന് കണക്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പേപ്പർ ട്യൂബ് ഇനി റോളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2-3 ഞാൻ കണക്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കൂടുതലാവുമ്പോൾ നമുക്കിത് അകത്തു കൂടെ ചുറ്റിയിട്ടെടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ആരും ഇതുപോലത്തെ ടേപ്പിൻ്റെ റോളൊന്നും കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് അടിപൊളി ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. ഒരു പേപ്പർ ട്യൂബ് റോൾ ചെയ്തിട്ട് അടുത്തത് കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യായിരിക്കും ഒന്നുകൂടെ ഈസി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ റോളിൽ മുഴുവനായിട്ട് പേപ്പർ ട്യൂബ് അങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സെയിം അളവിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക.
പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് കളറും അതുപോലെ ബ്രൗൺ കളർ പെയിൻറ്റും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊരു തെർമോക്കോൾ പീസും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ആർട്ടിഫിഷ്യൽ ലീവ്സോ അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ലീവ്സും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവർ ബേസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ ഫ്ലവർ സ്റ്റിക്കും ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേപ്പർ ക്രാഫ്റ്റുകൾ, ന്യൂസ് പേപ്പർ വെച്ചിട്ട്, വൈറ്റ് പേപ്പർ വെച്ചിട്ട്, കളർ പേപ്പർ വെച്ചിട്ടൊക്കെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട്, വാൾ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഫ്ലവർ സ്റ്റിക്കും അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രൈ പിക്ചർ ഉണ്ട്. നമ്മൾ പെൻസിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെൻസിൽ ടോപ്പർ. അപ്പോൾ അതിൽ യൂണിക്കോൺ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് രേഷ്മ വിപിനാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു രേഷ്മ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് അയച്ചു തരികയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് കാണാം. താങ്ക്